ഞാനിപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ടി കെ പിന്നെ ഇത്രയും ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി കിട്ടി ഇത്രയും അച്ചീവ്മെന്റ് നേടാൻ പറ്റി ഒക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ പുറകിൽ ഈ ബാക്കിലിരിക്കുന്ന മണി സാറായിരിക്കും. അപ്പോൾ സാറാണ് എല്ലാ ഫ്രണ്ട്സും എല്ലാവരും സപ്പോർട്ടീവാണ്. അപ്പോൾ ചിറക് വിരിച്ച് പറക്കാൻ പറ്റിയ ഏറ്റവും കോൺഫിഡൻസ് സാറിനാണ്. അപ്പം അതന്നെ ഞാൻ ഒന്നുകൂടി സാറിന് നന്ദി പറഞ്ഞിട്ട് നല്ലൊരു സിസ്റ്റമാണ്. കാരണം നമ്മളവിടെ എന്ന് പറഞ്ഞാൽ ഒക്കെ സാറിമാരെ നമ്മൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അധികം റോളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഡെവലപ്പ് ആവാനുള്ള ഒരു അവസരമുണ്ട് ആസ് എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെ വന്ന് എന്താ പഴയ ട്രാക്കിലാണ് ഞാൻ പണ്ട് സ്പോർട്സിൽ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ ഇതുപോലെ തന്നെ എന്താ പിന്നെ ഫസ്റ്റ് തന്നെ ഇപ്പൊ ഫുട്ബോൾ ക്യാമ്പിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. പിന്നെ ഹാൻഡ്ബോളിന്റെ അതിന്റെ കൂടെ പോയി. പിന്നെ സെക്കൻഡ് ഇയറിൽ എന്തായി സെക്കൻഡ് ഇയർ കുറച്ച് കാലം ഫുട്ബോൾ ചെയ്തു. പിന്നെ അത്ലറ്റിക്സിലേക്ക് കയറി. പിന്നെ അത്ലറ്റിക്സ് ഒരു ടീമാക്കണം എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ ടീമാക്കാൻ പറ്റി അത്ലറ്റിക്സ്. അങ്ങനെ ടീമാക്കി ഗൗരീശായിരുന്നു ഫസ്റ്റ് ക്യാപ്റ്റൻസി. അന്നത്തെ സീനിയർ ഗൗരീശായിരുന്നു. അപ്പം ഗൗരീശത്തിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ വർഷം ദേവി ഒറ്റയ്ക്ക് അറിയാലോ. അപ്പം കഴിഞ്ഞ വർഷം ദേവിയുടെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ എന്തിലാണെങ്കിലും വിജയിക്കാനുള്ളൊരു സീക്രട്ടായ സംഭവമുണ്ട്. സീക്രട്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസിപ്ലിൻ കമ്മിറ്റി അതൊന്നല്ല, അത് അതിന്റെ പുറമെ ഒരു സംഭവമുണ്ട്. അതായത് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു ഇടമാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് വരണം. അതിന്റെ പേരാണെന്ത് ലോയാലിറ്റി.